ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബിജെപി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആവശ്യത്തെ തുടർന്നാണ് വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശം എന്നാണ് സൂചന. ആർ ശങ്കറുടെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് സംഘാടകരുടെ അഭ്യർത്ഥന മാനിച്ച് വിട്ടുനിൽക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചടങ്ങിലേക്ക് സംഘാടകർ തന്നെ അധ്യക്ഷനായി ക്ഷണിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം വെള്ളാപ്പള്ളി തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടെന്ന് അറിയിച്ചു. ക്ഷണിച്ച സംഘാടകർ തന്നെ പുതിയൊരു നിലപാട് സ്വീകരിച്ചതിനാലാണ് പിൻവാങ്ങുന്നതെന്നും സംഘാടകരുടെ ഈ നടപടിയിൽ അതിയായ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മാധ്യമങ്ങൾ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത്തരം വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്ന് ഭാരതീയ ധർമ്മജനസേനാ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ കാര്യം ഇപ്പോൾ ഒരു ചർച്ച ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതും പറയാൻ എനിക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രി വരികയില്ലെന്നറിയാം. മുഖ്യമന്ത്രിയെ പരിപാടിക്ക് ക്ഷണിച്ച ശേഷം ഒഴിവാക്കിയ നടപടി മോശമായി പോയെന്ന് KPCC ജനറൽ സെക്രട്ടറി ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞു. ഏത് കേന്ദ്രത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് വിശദീകരിക്കേണ്ടത് ചടങ്ങിന് ക്ഷണിച്ചവർ തന്നെയാണെന്ന് BJP സംസ്ഥാന വക്താവ് VV രാജേഷ് പറഞ്ഞു. ഇതിന്മേലുള്ള BJPയുടെ അഭിപ്രായം കൂടിയാലോചനകൾക്ക് ശേഷം വ്യക്തമാക്കാമെന്നും അദ്ദേഹം കൈരളി പീപ്പിളിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതോടെ ആർ ശങ്കറിന്റെ പ്രതിമാ അനാച്ഛാദന ചടങ്ങ് മറ്റൊരു വിവാദമായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് വിലക്കേർപ്പെടുത്തിയത് അസാധാരണ സംഭവമാണെന്ന് AK ആന്റണി പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ നടപടി അനൌചിത്യവും അപമാനകരവുമാണെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയത് ശരിയായ നടപടിയല്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പത്രക്കുറിപ്പ്. ഇതെനിക്ക് വളരെ ദുഃഖവും അതോടൊപ്പം തന്നെ വളരെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇങ്ങനെ ക്ഷണിച്ചിട്ട് ഈ നിലയിൽ അവമാനിച്ചത് വളരെ 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 മോശമായ നടപടിയായിപ്പോയി. പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. BJPയുടെ സമ്മർദ്ദം മൂലമാണോ ഇത് ഒഴിവാക്കിയത് എന്ന് വിശദീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ ശിവഗിരി മഠം രംഗത്ത്. ശിവഗിരിയുടെ മഹാത്മ്യവും ചൈതന്യവും വെള്ളാപ്പള്ളിക്ക് അറിയാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ശിവഗിരിയിൽ എത്താത്തത് എന്ന് ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി ഋദംബരാനന്ദ പ്രതികരിച്ചു. സന്യാസിമാരെ കാണാനല്ല, ആത്മചൈതന്യം തിരിച്ചറിഞ്ഞാണ് ശിവഗിരിയിലേക്ക് ആളുകൾ എത്തുന്നത് എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു സ്വാമി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് വെള്ളാപ്പള്ളിയും ശിവഗിരി മഠവും തമ്മിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ ആരും ശിവഗിരിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് ഖേദകരമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ആളുകൾ ശിവഗിരിയിലെത്തുന്നത് സന്യാസിമാരെ കാണാനല്ലെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അപ്പോൾ മോദിജി നിൽക്കുമ്പോൾ അവിടെ ചെല്ലാറുണ്ട്, ഒരു ക്ഷണിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു വിളിച്ചിട്ടില്ല എന്ന ആ ഒരു പദപ്രയോഗം വേണ്ടായിരുന്നു. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അദ്ദേഹം വന്നിരുന്ന വളരെ സന്തോഷമെന്ന് പറയുകയായിരുന്നു. ഒരു സന്യാസിയെക്കുറിച്ചുള്ളവരുടെ വായിൽ നിന്ന് വരേണ്ട ആ നല്ല വാക്ക്. ആ ആത്മീയ ഗുരുവിനെ കാണാനാണ് അവിടെ പോണത്, സന്യാസിമാരെ കാണാനല്ല അവിടെ പോകുന്നത്. ഇതിനു മറുപടിയായി സ്വാമി ഋദംബരാനന്ദയും രംഗത്തെത്തി. വെള്ളാപ്പള്ളി നടേശന് ശിവഗിരിയിലെ ആത്മീയത അറിയില്ല, അതറിയാത്തതുകൊണ്ടാണ് അവിടേക്ക് വരാത്തതെന്നായിരുന്നു സ്വാമിയുടെ മറുപടി. ശിവഗിരിയിലെ സ്വാമിമാർ ദിവ്യന്മാരാണെന്ന അഭിപ്രായം തങ്ങൾക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുന്നില്ലല്ലോ. ശിവഗിരി മഠത്തിൽ നിന്ന് അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല. ഗുരുദേവന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയിട്ടാണ് അന്ന് വരുത്താനത്. അത് ശിവഗിരിയിൽ വരാതിരിക്കുന്നു, അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാര്യം തീർത്ഥാടനത്തിനും അപ്പുറത്ത് വന്ന് മോളിൽ വന്ന് ഇരുന്നിട്ട് പോയതല്ല. ശിവഗിരിയിലേക്ക് വന്നില്ല. അതായത് ആത്മീയ ചൈതന്യം അറിയുന്നവര് ഇതിലേക്ക് വരുന്നു, അല്ലാത്തവര് അതിന്റെ പരിസരത്ത് വന്നാലും അവിടെ പ്രവേശിക്കാതിരിക്കുന്നുണ്ട്. 82ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിലേക്ക് വിവിധ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചപ്പോൾ BJP നേതാക്കളെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല എന്നതും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം, തിരുവനന്തപുരം. ആർ ശങ്കറിന്റെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിലക്കിയത് കേരള ജനതയോടുള്ള ധിക്കാരമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കൊല്ലത്ത് പ്രതിഷ്ഠിക്കുന്നത് RSS ശങ്കറിനെയാണെന്നും VS പറഞ്ഞു. സോളാർ കമ്മീഷനെതിരെ രമേശ് ചെന്നിത്തല. ബിജുവുമായുള്ള യാത്ര പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. സോളാർ കമ്മീഷൻ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു എന്നും കൊലക്കേസ് പ്രതിയുമായുള്ള യാത്ര പോലീസിനെ അറിയിക്കണം ആയിരുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ബിജു രാധാകൃഷ്ണന്റെ കോയമ്പത്തൂർ യാത്രയുമായി ബന്ധപ്പെട്ട സോളാർ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സോളാർ കമ്മീഷന് മറുപടിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. ബിജുവിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു.
കൊലക്കേസ് പ്രതിയെ അന്യസംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മതിയായ സുരക്ഷ ഏർപ്പെടുന്നതിൽ കമ്മീഷന് വീഴ്ച പറ്റി. ബിജുവിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ പോലീസുമായി യാതൊരു കൂടിയാലോചനയും നടത്തിയിട്ടില്ലെന്ന് DGP തന്നെ അറിയിച്ചിരുന്നു. യാത്രയ്ക്കിടെ ബിജു രക്ഷപ്പെട്ടാൽ ആര് സമാധാനം പറയുമെന്നും ചെന്നിത്തല ചോദിച്ചു. ഇക്കാര്യത്തിൽ കമ്മീഷന് ജാഗ്രതക്കുറവുണ്ടായെന്നും ചെന്നിത്തല ആരോപിച്ചു. പോലീസിന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൊലക്കേസിൽ ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ സംസ്ഥാനത്തിന് പുറത്തു കൊണ്ടുപോകുമ്പോൾ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ നേരത്തെ മുൻകൂട്ടി തന്നെ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പോലീസുമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ആ പ്രതി രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? കമ്മീഷൻ ഈ കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതായിരുന്നു. പോലീസ് സേനയിൽ അച്ചടക്ക ലംഘനം വെച്ച് പൊറുപ്പിക്കില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. DGP ജേക്കബ് തോമസിന് ചീഫ് സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീഡനരംഗങ്ങൾ മൊബൈലിൽ പകർത്തിയതായി അടൂർ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടികളുടെ മൊഴി. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്ത 2 സ്കൂൾ വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത കേസിലെ 8 പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടൂർ കടമ്പനാട്ടിലാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത്. സ്കൂൾ വിദ്യാർത്ഥികളെ ഫോണിലൂടെ പരിചയപ്പെട്ട പ്രതികളിൽ ഒരാൾ കഴിഞ്ഞ 4-ാം തീയതിയാണ് പെൺകുട്ടികളെ കാറിൽ കയറ്റി കരുനാഗപ്പള്ളിയിൽ എത്തിച്ചത്. തുടർന്ന് പെൺകുട്ടിയെ ആളൊഴിഞ്ഞ വീട്ടിനുള്ളിൽ എത്തിച്ച് കൈകാലുകൾ ചുരിദാർ ഷാൾ കൊണ്ട് ബന്ധിച്ചായിരുന്നു 4 പേർ ചേർന്ന് പീഡനം നടത്തിയത്. പീഡനത്തിന് ശേഷം ഭീഷണിപ്പെടുത്തിയ പെൺകുട്ടികളെ പ്രതികൾ അടൂരിൽ കൊണ്ടുവിട്ടു. അടുത്ത ദിവസം പെൺകുട്ടികളിൽ ഒരാളെ വീണ്ടും വള്ളിക്കാവിലെത്തിച്ച് മറ്റു 5 പേർ ചേർന്നു പീഡിപ്പിച്ചു എന്നാണ് കേസ്. സഹപാഠികളിൽ നിന്നും പീഡന വിവരം അറിഞ്ഞ അധ്യാപകരാണ് വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിച്ചത്. ഇവരുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 9 പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ ഒരാളെ ഒഴിച്ചു ബാക്കിയുള്ളവരെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളുടെ മൊഴികൾ അവരെ പീഡിപ്പിച്ചു, കൂട്ടമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏനാത്ത് പോലീസ് സ്റ്റേഷൻ കേസിൽ 4 പേര്, ശൂരനാടും 4 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ള പ്രതികളുണ്ടോന്ന് നമ്മൾ അന്വേഷണം ചെയ്യാം. പീഡന ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈലിൽ പകർത്തിയതായും മറ്റു പെൺകുട്ടികളെ എത്തിച്ചു നൽകാൻ 2000 രൂപ നൽകിയതായും പെൺകുട്ടികളുടെ മൊഴികളിലുണ്ട്. പ്രതികളുടെ മൊബൈലുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാരീസ് ഉച്ചകോടിയിൽ പുതിയ കാലാവസ്ഥാ ഉടമ്പടിക്ക് ധാരണയായി. ഉച്ചകോടി അധ്യക്ഷൻ ലോറൻ ഫാബിയസ് ഇക്കാര്യം അറിയിച്ചു. പരിഷ്കരിച്ച കരാർ ഉച്ചകോടിയിൽ വിതരണം ചെയ്തു. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി K. രാജേന്ദ്രൻ പാരീസിൽ നിന്ന് ചേരുന്നു. രാജേന്ദ്രൻ, വിശദാംശങ്ങൾ. പാരീസ് കാലാവസ്ഥാ ഉച്ചകോടി അവസാനഘട്ട ചർച്ചകളിലൂടെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് വികസിത രാജ്യങ്ങൾക്ക് കൂടുതൽ ബാധ്യതയുണ്ടെന്ന് പറയുന്ന വികസ്വര രാജ്യങ്ങളുടെയും അവികസിത രാജ്യങ്ങളുടെയും സംഘം, അതേസമയം തങ്ങൾക്ക് ചരിത്രപരമായ ഉത്തരവാദിത്തമില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയാണ് ഉത്തരവാദിത്തമുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന വികസിത രാജ്യങ്ങൾ ഈ 2 ചേരികളിലെയും നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഒരു സമവായ സ്വഭാവമുള്ള ഒരു കരാർ തയ്യാറായിരിക്കുന്നത്. ഈ കരാറിലും കുറെ അവ്യക്തതകളുണ്ട്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് വളരെ ദുർബലമായ ഒരു കരാറാണിത്. ഉച്ചകോടി പരാജയപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് കരാർ എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും. പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഒന്ന്, ലോകത്തെ ഈ അന്തരീക്ഷത്തിലേക്ക് കാർബൺ വൻതോതിൽ പുറന്തള്ളിയതിൽ മുതലാളിത്ത രാജ്യങ്ങൾക്ക്, വികസിത രാജ്യങ്ങൾക്ക് ചരിത്രപരമായ ഉത്തരവാദിത്തമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയം. ഇതിന് വ്യക്തമായ മറുപടി ഈ ഉടമ്പടിയിൽ എവിടെയും തന്നെ കാണാനില്ല. മറ്റൊരു വിഷയം, മറ്റ് രാജ്യങ്ങളെ, അതായത് അവികസിത രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനം തടയാൻ പ്രാപ്തരാക്കുന്നതിനായി സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കാൻ വികസിത രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ടോ എന്നതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മൂന്നാമതായി, ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കരാറിന് നിയമപരമായി എന്തെങ്കിലും പ്രാബല്യമുണ്ടോ എന്നതാണ്. നേരത്തെ നിരവധി ഉച്ചകോടികളിൽ സമാന സ്വഭാവമുള്ള കരാറുകളും പ്രഖ്യാപനങ്ങളും ഉടമ്പടികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവയൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു വിഷയത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു അന്തിമ ചിത്രം വ്യക്തമാവും. കാലാവസ്ഥാ ഉച്ചകോടി പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നാളെയാണ് ഈ ഉച്ചകോടിക്ക് തിരശ്ശീല വീഴുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്തിമ ചിത്രം വ്യക്തമാവും. K. രാജേന്ദ്രൻ, പാരീസിൽ നിന്ന്. ത്രിപുര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വൻ നേട്ടം. അഗർത്തല കോർപ്പറേഷനിൽ 49 വാർഡുകളിൽ
45 ഇടതുപക്ഷം വിജയിച്ചു. ആകെയുള്ള 13 മുനിസിപ്പാലിറ്റികളും 5 നഗരപഞ്ചായത്തുകളും ഇടതുപക്ഷം തൂത്തുവാരി. ഇടതുപക്ഷത്തിന് ജയം സമ്മാനിച്ച ത്രിപുരയിലെ ജനങ്ങളെ CPIM പോളിറ്റ് ബ്യൂറോ അഭിവാദ്യം ചെയ്തു. മാധ്യമങ്ങളെ ബാഹ്യശക്തികൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി AK ആന്റണി. നടൻ മമ്മൂട്ടിക്ക് PS ജോൺ എൻഡോവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ച് കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംവാദങ്ങളല്ല, വിവാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. ബാഹ്യശക്തികൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയും കൂച്ചുവിലങ്ങിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലെന്ന് പുരസ്കാരദാനം നിർവഹിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി AK ആന്റണി പറഞ്ഞു. മറ്റുള്ള ബാഹ്യശക്തികൾ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ പാടില്ല, നിയന്ത്രിക്കാൻ പാടില്ല. സ്വയം നിങ്ങൾ തന്നെ കൂടെ ഉണ്ടാക്കണം. വാദപ്രതിവാദങ്ങളോ സംവാദങ്ങളോ അല്ല, വിവാദങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി മമ്മൂട്ടി പറഞ്ഞു. അതായത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നവരെയുള്ള വാദപ്രതിവാദങ്ങളില്ല, വിവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഒരാളെന്ന് പറയും, ഒരാളിവിടെന്ന് പറയും. അങ്ങനെ മാറിയിട്ടുണ്ട് നമ്മുടെ പൊതുവെ സമൂഹം എല്ലാവരും. ജൈവകൃഷിക്ക് നൽകുന്ന പ്രോത്സാഹനം, മൈട്രി ചലഞ്ച് എന്നിവ പരിഗണിച്ചാണ് മമ്മൂട്ടിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. KV തോമസ് MP, ഹൈബി ഈഡൻ MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൈനികേതര ആവശ്യങ്ങൾക്കായി ആണവ ഊർജ്ജം ഉപയോഗിക്കാൻ ഇന്ത്യയും ജപ്പാനും ധാരണയായി. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കും പ്രതിരോധ മേഖലകളിൽ സഹകരണത്തിനുമുള്ള കരാറുകളിലും ഇരു പ്രധാനമന്ത്രിമാരും ഒപ്പുവെച്ചു. ഇന്ത്യ ജപ്പാൻ ആണവ കരാറിനെതിരെ ദില്ലിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടത് സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ പ്രതിഷേധ ധാരണ നടത്തി. രാജ്യമെമ്പാടും കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇന്ത്യ ജപ്പാൻ ആണവ കരാറിൽ ഇരു പ്രധാനമന്ത്രിമാരും ഒപ്പുവെച്ചത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഊർജ്ജവും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കൂ എന്നാണ് കരാറിലെ വ്യവസ്ഥ. ദില്ലിയിലെ ഹൈദരാബാദ് ഹൗസിലാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയും നരേന്ദ്രമോദിയും കരാറിൽ ഒപ്പുവെച്ചത്. ആണവ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ കഴിഞ്ഞ ആഴ്ച ടോക്കിയോ സന്ദർശിച്ചിരുന്നു. ജപ്പാൻ നിർമ്മിത റിയാക്ടറുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കും. പ്രമുഖ ജാപ്പനീസ് കമ്പനികളായ തോഷിബ, ഹിറ്റാച്ചി എന്നിവരുടെ സഹകരണത്തിലാണ് പ്രവർത്തനം. 2008-ൽ അമേരിക്കയുമായി ആണവ കരാർ ഉണ്ടാക്കിയതിന്റെ പിന്നാലെയാണ് ജപ്പാനുമായി കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചത്. ആണവ പരീക്ഷണങ്ങൾ ഇന്ത്യ നിരോധിക്കുമെന്നും ബോംബ് നിർമ്മാണത്തിന് ആണവ ഇന്ധനം ഉപയോഗിക്കില്ലെന്നും ഇന്ത്യ ഉറപ്പു നൽകി. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ആണവോർജ്ജം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉയർന്ന ഉൽപ്പാദന ചെലവുള്ള ആണവോർജ്ജത്തിന്റെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് കരാറുകളിൽ വ്യക്തതയില്ല. മുംബൈ ഹൈദരാബാദ് പാതയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കും പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിലേക്ക് പുല്ലുമേട് വഴിയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. 15 കിലോമീറ്ററോളം ദൂരം നടന്നാണ് തീർത്ഥാടകർ ഇതുവഴി സന്നിധാനത്ത് എത്തുന്നത്. ദുർഘടമാണെങ്കിലും കയറ്റം കയറാതെ സന്നിധാനത്ത് എത്താം എന്നതാണ് കാനനപാതയുടെ പ്രത്യേകത. പുല്ലുമേട് നിന്നും കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് തിരിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് തീർത്ഥാടന യാത്ര ഒരു സാഹസിക യാത്ര കൂടിയാണ്. 15 കിലോമീറ്ററോളം ദൂരം കൊടുംവനത്തിലൂടെ നടന്നാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. ആനയും പുലിയുമടക്കം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഉഗ്രവനത്തിലൂടെ അയ്യപ്പ ഭക്തി മാത്രം കൈമുതലാക്കിയാണ് ഓരോ തീർത്ഥാടകനും നടന്നു നീങ്ങുന്നത്. തീർച്ചയായിട്ടും ദുർഘടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. ഫോറസ്റ്റിന് തന്നെ പീക്കായിട്ടുള്ള ഏരിയ ആണ്. തന്നെ നമുക്ക് വരുന്ന സമയത്ത് തന്നെ കാട്ടിലനക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുരക്ഷിതമല്ല, അല്പം ഏത്തക്ലേശമുണ്ട്. പക്ഷേ ആ രീതിയിൽ വരുന്നവർക്ക് അങ്ങനെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. കയറ്റം കയറാതെ സന്നിധാനത്തെത്താമെന്നതാണ് പുല്ലുമേട് ശബരി കാനനപാതയെ ആകർഷകമാക്കുന്നത്. എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പുല്ലുമേട് നിന്നും കാനനപാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടാറില്ല. സുരക്ഷിതമായ മറ്റു നടപ്പാതകളുള്ളപ്പോഴും ഒട്ടേറെ തീർത്ഥാടകരാണ് ഈ പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ ഈ കാട്ടുപാത താണ്ടി ഭക്തരെത്തുന്നത് അവരുടെ കഠിനമായ വ്രതത്തിന്റെ കൂടെ ഭാഗമായാണ്. ക്യാമറമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡിന്റെ ശാഖ തൃപ്പൂണിത്തുറയിലും പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി K ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര താരം നവ്യ നായർ, തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ ചന്ദ്രിക ദേവി, ICL MD KG അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ICLന്റെ 23ാമത് ശാഖയാണ് തൃപ്പൂണിത്തുറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.